അബൂജഹൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്? ഈ ഒരു കൊച്ചു സംഘത്തെ അള്ളാഹ് നീ എങ്ങാനും നശിപ്പിച്ചാൽ നിന്നെ മാത്രം ആരാധിക്കാൻ പിന്നെ ആരും ഉണ്ടാകില്ല. അബൂജഹൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം. അബൂജഹൽ പറയാണ്, മുഹമ്മദ് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ മുറിച്ചു, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതുവരെ പരിചയമില്ലാത്ത കാര്യം കൊണ്ടുവന്നു, ഞങ്ങൾക്ക് നീ വിജയം നൽകണമേ പ്രാർത്ഥിച്ചു. മറ്റൊരു റിവായത്തിൽ ഈ രണ്ട് വിഭാഗത്തിൽ നേർമാർഗത്തിൽ ഏതാണോ അവരെ നീ സഹായിക്കണമേ. ഈ രണ്ടു വിഭാഗത്തിൽ ഏറ്റവും ഉത്തമരാരാണോ അവരെ നീ സഹായിക്കണമേ എന്ന് അബൂജഹൽ പ്രാർത്ഥിക്കുകയുണ്ടായി. നമ്മൾ ആലോചിച്ച് നോക്കി, അബൂജഹൽ ആരെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എന്തിനാണ് ബദർ ഉണ്ടായത്? നമ്മൾ ആലോചിച്ച് നോക്കണം. പിന്നെ എന്ത് വിഷയത്തിന്റെ മേലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി മദീനയിലെത്തി ഈ ബദർ യുദ്ധം ഉണ്ടാകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അബൂജഹൽ അതാ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്തിനാണ് അവിടെ യുദ്ധമുണ്ടായത്? അതാണ് വിഷയം. യുദ്ധമുണ്ടായത് ആരാണ് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന വിഷയത്തിലാണ്. അള്ളാഹുവിലേക്ക് ഇടയാളന്മാരില്ലാതെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നത് ആരാണ് എന്ന വിഷയത്തിലാണ് മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും തമ്മിലുള്ള വ്യത്യാസമുണ്ടായിരുന്നത്.